സിനിമയുടെ മുന്നിലും പിന്നിലും നിൽക്കുന്ന ആളായതുകൊണ്ട് ചോദിക്കുകയാണ്, മലയാള സിനിമയിൽ സ്ത്രീ പ്രാധാന്യം, ഇപ്പോൾ അഭിനയിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, പ്രൊഡക്ഷൻ സൈഡിലൊക്കെ ആയിക്കോട്ടെ, സ്ത്രീ പ്രാധാന്യം കുറയുന്നതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട് ചേച്ചിക്ക്? അഭിനയിക്കുന്നതിൽ ഓരോ കഥാപാത്രത്തിന്റെ ഒരു ആവശ്യകത അനുസരിച്ചിട്ടാണല്ലോ. അപ്പൊ നമ്മൾ നോക്കിയ ചില സിനിമകൾ കണ്ടിട്ടില്ലേ, സ്ത്രീക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിനിമകളുണ്ട്. എന്താ പറയാ, ഞാനും അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സിനിമയാണ്. സ്റ്റാറൊക്കെ സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. പക്ഷെ ഇതിലെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഇത് ശരിക്കും ആക്ച്വലി കുറയുന്നല്ല. എന്ന് വെച്ചാൽ ഈ ബിസിനസ്സിൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് സ്ത്രീ പ്രാതിനിധ്യമുള്ള സിനിമകൾ ചെയ്യാതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഈ താരമൂല്യം എന്ന് പറയുന്നത് കണക്റ്റഡ് വിത്ത് ബിസിനസ്. അപ്പോൾ സ്ത്രീകൾക്ക് മൂല്യം കുറവാണ്. ഇപ്പം ഒരു നടന് കൊടുക്കുന്ന അതേ വേതനമാണ് ഒരു നായികയ്ക്ക് കൊടുക്കുന്നത്. ഒരുപാട് വ്യത്യാസമുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് അവിടെ ഒരു തരംതിരിവൊന്നും ഉണ്ടാവുന്നതല്ല. സ്ത്രീകൾക്ക് മൂല്യം, അതായത് സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമകൾ മാത്രം ഇറക്കിയാൽ അത് എടുക്കാനായിട്ട് സാറ്റലൈറ്റ് അല്ലെങ്കിൽ OTT കമ്പനികൾ റെഡി ആവുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ത്രീകളുടെ ഒരു വാല്യൂ അവിടെ കുറയുവാണ് ചെയ്യുന്നത്. അതാണ് ശരിക്കും ഇതിനുള്ള കാരണം. പിന്നെ സ്ത്രീ സിനിമകൾ ഇറക്കിയാൽ എന്തുകൊണ്ടാണ് അത് കുറയുന്നത്? ഇറക്കിയ കാണാൻ ആളില്ല. ഇത് കാണാൻ ആളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ മൂല്യം വരും. എങ്ങനെയാണ് ഒരു താരത്തിന് മൂല്യം ഇൻക്രീസ് ആവുന്നത്? സിനിമ വിജയിക്കുമ്പോഴാണ്. സ്ത്രീപക്ഷ സിനിമകൾ വിജയിക്കാറില്ല. അത് വരുന്നു, നല്ല സിനിമയാണെന്ന്. ഇപ്പോൾ ഈയിടെയും ഒരു നല്ല അടിപൊളി സിനിമ ഇറങ്ങിയായിരുന്നു. അതും തിയേറ്ററിൽ നല്ല അഭിപ്രായം വരും. ഭയങ്കര നിരൂപക പ്രശംസയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഡയറക്ടേഴ്സും എഴുതിയിടും, ഇന്ന സിനിമ ഇതാണ്. പക്ഷേ കാണാൻ ആൾക്കാരുണ്ടാവില്ല. പിന്നെ OTT വരുമ്പോൾ കുറേ പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം എഴുതും. പക്ഷെ അതുകൊണ്ട് സ്ത്രീകളുടെ സിനിമ വിജയിക്കുന്നില്ല. അതെ, അല്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ വേറൊരു ഇന്റർവ്യൂ ഞാൻ തന്നെ ചോദിച്ചു. കാരണം ഇപ്പോൾ 2 തരം റിവ്യൂസ് ആണ്. അതായത് ചിലർ തിയേറ്ററിൽ വന്ന ചില സിനിമകൾ, ഇപ്പം ഭയങ്കര ഹിറ്റായ സൂപ്പർ സ്റ്റാറിന്റെ സിനിമകൾ പോലും OTT വരുമ്പോൾ ആൾക്കാർ അയ്യോ ഇത് എന്ത് സിനിമയാണെന്ന് ചോദിക്കുന്ന അവസ്ഥ. അപ്പൊ 2 തരം റിവ്യൂ ആണ് അല്ലേ ചേച്ചി? അത് എങ്ങനെയാണെന്നറിയോ? ചിലത് തിയേറ്ററിൽ ഭയങ്കര ഹിറ്റാവും, അത് OTT വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവും. ചിലത് തിയേറ്ററിൽ ഫ്ലോപ്പ് ആവും, OTT വരുമ്പോൾ എല്ലാവരും കൂടി ഇരുന്നു അയ്യോ ഇത് തിയേറ്ററിൽ കാണേണ്ട സിനിമയായിരുന്നു കേട്ടോ, നമുക്കത് മിസ്സായി പോയി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരിരുന്ന് ഭയങ്കര അഭിപ്രായം എഴുതുന്നതാണ്. അപ്പോൾ സത്യത്തിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ സ്ത്രീപക്ഷ സിനിമയ്ക്ക് ഇതാണ് സംഭവിക്കുന്നത്. ഈ മൂല്യം ഇല്ലാതെ വരുന്നത് ജനങ്ങൾ കാണാത്ത കൊണ്ടാണ്. ജനങ്ങൾ കാണാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവർക്ക് താരത്തെയാണ് വേണ്ടത്, ഫേസ് വാല്യൂ. അതായത് ഈ ഫേസ് വാല്യൂ ഉണ്ടാക്കി എടുക്കുന്ന ഒരു സാധനം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ അങ്ങനെ ആകുവാണ്. അവരുടെ ഒരു സിനിമ വിജയിച്ച് അടുത്തോടെ വിജയിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു വലിയ താരമായി മാറും. അപ്പോൾ താരങ്ങൾ ജനിക്കുന്ന അങ്ങനെയാണ്. സോ സ്ത്രീകളിൽ അങ്ങനെ സ്ത്രീ താരങ്ങൾ ജനിക്കുന്നില്ല. 1-2 പേരൊഴിച്ചാൽ ജനിക്കുന്നില്ല. അതുകൊണ്ടാണ് കാരണം. പിന്നെ ജനങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല സ്ത്രീപക്ഷ സിനിമകൾ. ഇപ്പൊ പ്രൊഡ്യൂസർ നിലയ്ക്ക് ഈ OTT വരവുകൾ എത്രത്തോളമാണ് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചോളം ഗുണകരമാണ്? ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു അത് ഇന്ന് തിയേറ്റേഴ്സിൽ ആൾക്കാർ പോവാതാകുമോ, ആൾക്കാർ OTT മാത്രം കാണുമോ, അപ്പം തിയേറ്റേഴ്സിൻ്റെ ഒരു മോശം അവസ്ഥയിലേക്ക് അത് പോകും, സിനിമയുടെ ആ ക്വാളിറ്റി ഇല്ലാതെ OTT കൂടെ ജനങ്ങൾ ഫോണിനകത്തൂടെ കാണും, അപ്പോൾ അത് സിനിമ നിർമ്മിക്കുന്ന ആൾക്കാർക്ക് അത് നഷ്ടത്തിലേക്ക് വരും എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ നമ്മുടെ ഇപ്പോൾ സിനിമയൊക്കെ ഫ്ലോപ്പായി, തിയേറ്ററിൽ ഫ്ലോപ്പായാലും നമ്മളുടെ സിനിമ എടുത്ത് OTT സെല്ലായി സാറ്റലൈറ്റും പോയി നമ്മളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ശരിക്കും OTT ഭയങ്കര പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പം വന്നിട്ട് അവരും ഒരുപാട് ചൂസ് ചെയ്യാണ്. അവരും ഒരുപാട് സിനിമ ഇറങ്ങിയൊക്കെ അതിൻ്റെ നിലവാരവും അതിൻ്റെ അഭിപ്രായമൊക്കെ അറിഞ്ഞതിന് ശേഷം എടുക്കാറുള്ളൂ. സ്റ്റിൽ അവർ ഒരുപാട് സഹായിക്കുന്നു. അതെ, കാരണം അല്ലെങ്കിൽ മൊത്തത്തിലല്ലേ ചില പ്രൊഡ്യൂസേഴ്സിനൊക്കെ തകർന്നു പോകേണ്ട അവസ്ഥകൾ വരുമ്പോൾ അതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഭയങ്കര മുതൽ മുടക്കുള്ള സിനിമകളൊക്കെ ഇറക്കിയിട്ട് OTT അതിനകത്തു നിന്ന് അത്യാവശ്യം നല്ല എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ എങ്ങനെ അത് താങ്ങും? അതെ, കാരണം നമ്മുടെ ഇവിടെയൊക്കെ കേരളത്തിൽ കിട്ടുന്ന മാക്സിമം ഹിറ്റാവുന്ന ഒരു പടത്തിന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 10 കോടിയായിരിക്കും. പ്രൊഡ്യൂസർ ഷെയർ എന്ന് പറയുന്നത് എത്ര ഹിറ്റായാലും കിട്ടണ മാക്സിമം എന്ന് പറയുന്നത് 10-15 കോടി പ്രൊഡ്യൂസർ ഷെയർ. അതിലൊന്നും നിൽക്കാത്ത സിനിമകളുണ്ട്, ഭയങ്കര വലിയ സിനിമകൾ ഇപ്പോൾ ഈയിടെയായിട്ട് 3-4 കൊല്ലമായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ പ്രൊഡ്യൂസറെ താങ്ങി നിർത്തുന്നതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് OTT തന്നെയാണ്. ഇപ്പം മമ്മൂക്കയുടെ കൂടെ 3 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് മമ്മൂക്കനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ? എനിക്കൊന്ന് ഞാൻ എവിടെയോ കേട്ടാണ് ചേച്ചിയൊരു കഥ, മമ്മൂക്കയെ കാണുമ്പോൾ എല്ലാവരും ഇരിക്കുന്നു ആ സാധനം. എങ്ങനെയാണ് മമ്മൂക്കയുടെ ഉള്ള ഒരു എക്സ്പീരിയൻസ്? മമ്മൂക്ക എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആളാണ്.
ആസ് ആൻ ആക്ടറിനേക്കാൾ ഉപരി എനിക്ക് മമ്മൂക്ക എന്ന് പറയുന്ന പേഴ്സണലി എൻ്റെ ഉള്ളിൽ സ്പർശിച്ചിട്ടുള്ള ഒരേ ഒരു നടൻ ആരാന്ന് ചോദിച്ചാൽ മമ്മൂക്ക തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു മമ്മൂക്കയ്ക്കും അറിയാം. അത് ഞാൻ മമ്മൂക്കയോടും പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു ആക്ടേഴ്സിനോട് ഭയങ്കര ആരാധനയ്ക്ക് പോകുന്ന ഒരാളോ ആരോടും അങ്ങനെയുള്ള ഒരാളല്ല. എനിക്ക് ആക്ടേഴ്സിനെയൊക്കെ ഞാൻ കഥാപാത്രങ്ങളായിട്ട് സിനിമയെ കാണുമ്പം ഓക്കെ, എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ അവരെയൊക്കെ മറന്നിട്ട് ഞാൻ അവരെല്ലാം ഹ്യൂമൻ ബീങ്സ്, എല്ലാവരെയും പോലുള്ള മനുഷ്യരായിട്ടാണ് ഞാൻ കാണാറുള്ളൂ. പക്ഷേ എനിക്ക് മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി മാത്രം ആസ് എൻ ആക്ടർ ഞാൻ ഒന്നും പറയുന്നില്ല, അത് നമുക്കെല്ലാം അറിയാം, അദ്ദേഹത്തെപ്പറ്റി ഞാൻ വിധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ആസ് എ പേഴ്സൺ മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിയെ അടുത്തറിഞ്ഞ ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നന്മ അറിഞ്ഞത് ഒക്കെ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം മംഗ്ലീഷ് എന്ന് പറഞ്ഞ സിനിമയിലാണ് മമ്മൂക്കനെ കാണുന്നത്. അന്നേരം മമ്മൂക്ക അന്ന് എത്ര വർഷം, എനിക്കൊന്നൊരു 8-9 വർഷമായി സിനിമ ഇറങ്ങിയിട്ട്. അന്ന് ഞാൻ ബോംബെയിൽ നിന്ന് വന്നിട്ടാണ്, ഞാൻ അതിൽ നമ്മുടെ പടമല്ല, ഞാൻ അഭിനയിച്ചതാണ്. ശരിക്കും ഒരു ചെറിയ റോള്, ടിനി ടോമിൻ്റെ വൈഫായിട്ടൊരു മീൻകാരിയായിട്ട് അഭിനയിക്കുന്നത്. അതിൻ്റെ കഥയൊക്കെ ടിനി ഇരുന്നിട്ട് ഇൻ്റർവ്യൂസിൽ ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട്. മമ്മൂക്കയുടെ കാര്യം പറഞ്ഞത് എൻ്റെ മുഖത്ത് വരുന്ന തിളക്കം. അപ്പോൾ മമ്മൂക്ക ഇങ്ങനെ വരികയാണ്, കാരവനിൽ നിന്ന് ഇറങ്ങി. അപ്പം ഒരു വീട്ടിലാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പം ആ വീട്ടിലൊരു മുറിയിലാണ് മമ്മൂക്ക ഇരിക്കണേ. അപ്പോൾ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും മമ്മൂക്ക ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ മമ്മൂക്കയെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആ പുറത്ത് കസേരകളിൽ ഇരിപ്പുണ്ട്. മമ്മൂക്ക അന്നേരം ഭയങ്കര സുന്ദരനാണല്ലോ, ഇങ്ങനെ ചുമന്നൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഞാനും അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഓരോ പ്രാവശ്യം, അതായത് ഓരോ 10 മിനിറ്റ് ഓരോ ഷോട്ടിന് വരുമല്ലോ, ഓരോ 10 മിനിറ്റ് വരുമ്പോഴും ഇവരെല്ലാം എഴുന്നേക്കും, സ്റ്റാൻഡപ്പ്. പുള്ളി അങ്ങ് പോയി കഴിയുമ്പോൾ സിറ്റ് ഡൗൺ. അപ്പോൾ പുള്ളി ആ ഷോട്ട് അഭിനയിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ വീണ്ടും സ്റ്റാൻഡപ്പ്, സിറ്റ് ഡൗൺ. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാനും എഴുന്നേക്കുക ഇരിക്കുക. ഞാനൊരു 5-6 പ്രാവശ്യമൊക്കെ എഴുന്നേറ്റ് ഇരുന്ന്. മമ്മൂക്ക ഇതൊന്നും ശ്രദ്ധിക്കണില്ല, ആര് എഴുന്നേക്കണോ ആര് ഇരിക്കണമെന്നും. ആദ്യം അദ്ദേഹം വന്നപ്പം അദ്ദേഹം ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് തോന്നിക്കണം, ഇതെന്തേ ഈ മനുഷ്യരെന്നെ ഇത്ര ആൾക്കാരുടെ സ്നേഹവും ബഹുമാനവും ആൾക്കാർ തന്നെ. അതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം കാണിക്കുന്നല്ല, ആ അദ്ദേഹത്തിൻ്റെ ഒരു ഓറ, ഒരു സാധനമുണ്ട്. ജനങ്ങൾ നമ്മൾ പറയില്ലേ, ചിലത് ഈ ചക്കപ്പഴമൊക്കെ ഇരിക്കുന്നിടത്ത് ഈച്ച വരത്തില്ലേ, അതുപോലത്തെ ഒരു സാധനമുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ആൾക്കാർ തന്നെ അങ്ങ് എഴുന്നേക്കും, എന്നിട്ട് പോയി കഴിയുമ്പോൾ ഇരിക്കും. ഞാൻ എന്നിൽ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഒരു സാധാരണ തിങ്കിങ് ഉള്ള ഒരാളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരെയും ഒരു പരിധിക്കാവും ആരാധിക്കത്തില്ല. പക്ഷെ ഞാൻ 5-6 പ്രാവശ്യമൊക്കെ, അപ്പം എനിക്ക് മമ്മൂക്കനെ അറിയില്ല. എനിക്ക് മമ്മൂക്കനെ ഒരു വലിയ ആക്ടർ, ഭയങ്കര താരരാജാവ് എന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ എഴുന്നേറ്റിരുന്ന് മടുത്തിട്ട് പതിയെ ഞാൻ എന്ത് ചെയ്തു, ഇച്ചിരി പുറകോട്ട് മാറിയിരുന്നു. ഇനി എഴുന്നേക്കാനൊന്നും എന്നെ കാണത്തില്ലാത്ത രീതിയിൽ മറിഞ്ഞിരുന്നു. അപ്പം ഇനി എഴുന്നേക്കണ്ടാണല്ലോ, അതേ കാണുമ്പോഴല്ലേ വിഷയം. അങ്ങനെ ഇരുന്നു. പക്ഷെ ഞാൻ ഉള്ളിലിങ്ങനെ ഒരു ചെറു ചിരിയോട് കൂടിയിട്ട് ഈ മനുഷ്യരെല്ലാം ഇങ്ങനെ എത്ര പ്രാവശ്യം എഴുന്നേറ്റിരുന്നു എന്നറിയോ? മിനിമം ഞാൻ അവിടെ ഇരുന്ന ഒരു 2 മണിക്കൂറിനുള്ളിൽ ഒരു 10-20 പ്രാവശ്യം ആൾക്കാർ ഇരിക്കുകയും ചെയ്യും. ശരിയാണ്, ഒരു ഓറ തന്നെയാണ് അല്ലേ അദ്ദേഹം, ഭയങ്കര ഓറയാണ്. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് പുതിയ നിയമം ഒന്നിച്ച് അഭിനയിക്കുന്നു. പിന്നീട് വീണ്ടും പുത്തൻ പണം. അങ്ങനെ 2-3 സിനിമകളിലൂടെയാണ് ഞാൻ അദ്ദേഹമായിട്ട് പുതിയ നിയമത്തിൽ അദ്ദേഹം ഞാൻ യൂണിഫോം ഇട്ടിട്ട് വരുമ്പോൾ എൻ്റെ ഫോണിൽ എൻ്റെ ഫോട്ടോ എടുത്തു വന്നു. അദ്ദേഹത്തിൻ്റെ ക്ലിക്ക്, യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഫോട്ടോ. അത്രയ്ക്ക് പാവം മനുഷ്യനാണ്. പക്ഷെ ജനങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്നറിയോ, ഒരു ഭയങ്കര സാധനം ജാടാന്നൊക്കെ കാണുന്നത്. പക്ഷെ ഭയങ്കര പാവം മനുഷ്യനാണ്. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ മോൻ്റെ ഹോളി കമ്മ്യൂണി, അത് ഈ ഫോട്ടോയാണേ, മോൻ്റെ ഹോളി കമ്മ്യൂണിൻ്റെ 2020 ജനുവരി 4-ന് ഞാൻ മമ്മൂക്കയോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, എൻ്റെ ഈ സിനിമ ലൈഫിൽ ഞാൻ മമ്മൂക്കയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ, എൻ്റെ മോന് മമ്മൂക്ക വരണം എന്ന് പറഞ്ഞു. ഭയങ്കര ഇഷ്ടമാണ് മോന്. മോന് ഇഷ്ടമാണ് മമ്മൂക്കേനെ. അപ്പം മോൻ പറഞ്ഞു, അവന് ബോംബെ ജനിച്ച കുട്ടിയാണ്, ബോംബെ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്. അവന് അധികം ആക്ടേഴ്സിനെ ഒന്നും ഇപ്പം വലുതായി കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലാവുന്നത്. അന്ന് അവൻ കുഞ്ഞാണ്, അവന് 9 വയസ്സേ ഉള്ളൂ. അപ്പം അവനപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം മമ്മൂക്കേനെ അറിയാം ഭയങ്കരമായിട്ട്. ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ ഒരു ഇതായിരിക്കും മമ്മൂക്കേനെ. മമ്മൂക്ക വരുമോ എൻ്റെ ഹോളി കമ്മ്യൂണിന്? അപ്പോൾ ഇതിങ്ങനെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അത് നമുക്ക് മമ്മൂക്കേനെ കൊണ്ടുവരണം. അപ്പം മമ്മൂക്ക വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല, കാരണം അത്രയ്ക്ക് ഭയങ്കര പേഴ്സണൽ അടുപ്പമില്ല. എന്നാൽ മമ്മൂക്ക മിണ്ടും അങ്ങനെയൊക്കെയാണ്. എന്നാൽ അത്യാവശ്യം മമ്മൂക്കയായിട്ട് ടച്ചുണ്ട്, എനിക്കുണ്ട്, അദ്ദേഹത്തിനും ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ പോയി വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു ഷൂട്ടിൽ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ നടക്കുവാണ്. അദ്ദേഹത്തെ പോയി നേരിട്ട് കണ്ട് ക്ഷണിച്ചു. അദ്ദേഹം വരാം എന്ന് പറഞ്ഞു, കാർഡ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അന്ന്
ഈ പ്രോഗ്രാമിന്റെ അന്ന് ഞങ്ങൾ 4 മാസം മുന്നേ പോയി പറഞ്ഞു, വിളിച്ചു ഡേറ്റ് പറഞ്ഞു ഓർമ്മിപ്പിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അത് ഞാൻ ഒരാഴ്ച മുന്നേ ഒന്ന് ഓർമ്മിപ്പിച്ചു. പിന്നെ അന്ന് രാവിലെ ഓർമ്മിപ്പിച്ചു. അന്നേരം ഷൂട്ട് നടക്കുകയാണ്, പ്രീസ്റ്റിന്റെ ഷൂട്ട് നടക്കുന്നു എന്ന് അദ്ദേഹം കറക്റ്റ് 6 മണിക്ക് ഷൂട്ട് നിർത്താൻ പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ മോൻ്റെ ഹോളി കമ്മ്യൂണിന് വേണ്ടിയിട്ട് മാരിറ്റിൽ വന്നു. ആ ഒരു ഓർമ്മ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ അദ്ദേഹത്തോട് എന്നും കടപ്പെട്ടിരിക്കും. എന്ന് വെച്ചാൽ അങ്ങനെ അദ്ദേഹത്തിന് വരേണ്ട ആവശ്യമില്ല, എന്താവശ്യം അങ്ങനെ വരേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അദ്ദേഹം വന്നു എന്നുള്ളതാണ്. അതൊരു നല്ല മനസ്സുള്ളവർക്ക് മാത്രമാണ് അങ്ങനെ വരാൻ പറ്റുള്ളൂ. അദ്ദേഹം ഇപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചാൽ അങ്ങനെ ഇത്രയും വലിയൊരു താരരാജാവാണ് ശരിക്കും. എൻ്റെ മോൻ്റെ ഒരു ഹോളി കമ്മ്യൂണിന് വരണ്ട വിളിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാത്തിനും അദ്ദേഹത്തിന് പോകാൻ പറ്റണമെന്നില്ല. അദ്ദേഹത്തിന് എന്നോട് വേണേൽ പറയാം ഞാൻ ഷൂട്ടിലാണ്, എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണേ പറയാലോ ഷൂട്ടിലാണ്, എനിക്ക് വരാൻ പറ്റില്ല, അപ്പോൾ എല്ലാ ആശംസകളെന്ന് പറഞ്ഞാലും അവിടെ കഴിയും. അല്ലെങ്കിൽ ഞാൻ സ്ഥലത്തില്ലെന്ന് പറഞ്ഞാലും ഞാൻ അറിയാൻ പോകണില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ അവിടെയാണ് ഞാൻ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്ന് തിരിച്ചറിഞ്ഞത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ലൈഫിൽ എന്നോട് ആര് ചോദിച്ചാലും മമ്മൂക്ക എനിക്ക് എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ ഓർത്തിരിക്കുന്ന. ഇപ്പൊ ഷീലു എബ്രഹാം എന്നൊരു നടിയെ അടയാളപ്പെടുത്തുമ്പോൾ പുതിയ നിയമം എന്നൊരു സിനിമ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പം ഈ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് മറ്റൊരാളുണ്ട്, നമ്മുടെ തെന്നിന്ത്യൻ സൂപ്പർ നായിക നയൻതാര. ഇപ്പൊ അതിനുശേഷം നയൻതാരയുടെ ഒരു വളർച്ചയൊക്കെ നമ്മൾ കാണുകയാണ്. എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു ഓർമ്മകൾ? അപ്പോൾ പുതിയ നിയമത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് മമ്മൂക്ക പേടിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ എഴുന്നേൽക്ക സിറ്റ് ഡൗൺ അതൊക്കെ മനസ്സിൽ കിടക്കുവാണ്. പക്ഷേ അദ്ദേഹം പുതിയ നിയമത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ അദ്ദേഹം ഒരു ചെയറിൽ ഇങ്ങനെ തനിയെ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ടൊക്കെ പോയി മിണ്ടാനൊക്കെ എന്നോട് എൻ്റെ കൂടെ മമ്മൂക്ക പാവന്നേ ചെന്ന് മിണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പതിയെ ചെല്ലും. അദ്ദേഹം ഒന്ന് നോക്കുമ്പോഴേ ഞാൻ ഓടിപ്പോടിപ്പോ അങ്ങനെയായിരുന്നു. പക്ഷെ അത് സിനിമ കഴിയുന്നതോട് കൂടിയിട്ടാണ്. പിന്നെ നയൻതാര പിന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രൊഫഷണലാണ്, എല്ലാവരും പ്രൊഫഷണലാണ്. അയ്യോ ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ഒരു നായികനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇത്രയും വർക്ക് ചെയ്തല്ലോ അതിനകത്ത്. കറക്റ്റ് 9 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ അവർ ആ 9 മണിക്ക് അവർ റെഡി ആയിരിക്കും. കറക്റ്റ് 6 മണി വരെ വൈകിട്ട് കറക്റ്റ് 6 മണിയാകുമ്പോൾ അവർ ഷൂട്ട്. അതിന് പ്രൊഫഷണലിസം എന്ന് പറയും. അതിനകത്ത് ഒരു പ്രശ്നങ്ങളൊന്നും അവരുടെ സൈഡിൽ നിന്ന് ആർക്കും കൊടുക്കാറില്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുക ചെയ്യുക. അങ്ങനെ മമ്മൂക്കയും അവരുമായിട്ട് ഭയങ്കര നല്ലൊരു കെമിസ്ട്രി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ആ കെമിസ്ട്രി വർക്കായി. ഇനി എനിക്ക് തോന്നുന്നു സിനിമകൾ അവരൊന്നിച്ചുണ്ടെന്ന് തോന്നുന്നു, കേൾക്കുന്നുണ്ട് അവരുടെ ഒന്നിച്ചുള്ള. ശരിയാണ്, അവർ അഭിനയിച്ച സിനിമകളിലെല്ലാം തന്നെ അവർ നല്ല കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. ഞാൻ ഇപ്പോഴും ചോദിച്ചാൽ ഇപ്പോൾ ഇത്രയും സിനിമകളായിട്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് പുതിയ നിയമം, മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച നയൻതാരയുടെ കൂടെ അഭിനയിച്ച സിനിമ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനകത്ത് ഓർമ്മകളും ആ ഒരു ക്യാരക്ടറും എല്ലാം നമ്മൾക്കും എനിക്കും ബേസിക്കലി ഷീല ചേച്ചി എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് വരുന്നത് അത് എൻ്റെ ഒരു ഭാഗ്യമാണ്. എനിക്ക് ആ സിനിമ കിട്ടിയതും മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിനെ അടുത്തറിയാൻ പറ്റും. ഈ സിനിമ കിട്ടിയത് മാത്രമല്ല പ്രധാനപ്പെട്ട കഥാപാത്രം എന്നുള്ളത്. തീർച്ചയായിട്ടും അത്രയും വലിയ താരങ്ങളുടെ കൂടെ ഒരു ഭയങ്കര ലീഡാ. എൻ്റെ ക്യാരക്ടർ അവിടെ ഇല്ല, സിനിമയുടെ കഥ അവിടെ ഇല്ല, പരിപൂർണ്ണമാവില്ല. അപ്പൊ എൻ്റെ ക്യാരക്ടർ അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു സിനിമയിലൂടെ വരാൻ പറ്റിയതും എല്ലാം എൻ്റെ ഭാഗ്യമായിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സിനിമയിൽ വന്നത് കൊണ്ട് എനിക്ക് കിട്ടിയ ഗുണങ്ങളിലൊന്നാണ് ഈ പറഞ്ഞ പുതിയ നിയമം, മമ്മൂക്ക, അങ്ങനെയുള്ള ചില വ്യക്തികൾ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആരാധനകൾ എനിക്കില്ലാത്ത ആളാണ്. പക്ഷെ മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് ആരാധനയേക്കാൾ ഉപരി ഒരു പുറത്തു നിന്ന് കാണുന്ന ഒരു ആളുടെ ആരാധനയല്ല എനിക്ക് ഇഷ്ടമാണ് അത്. എനിക്ക് ചേച്ചിയുടെ വാക്കുകൾ ഇപ്പൊ പറഞ്ഞില്ല, നേരത്തെ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു ബ്ലഷ് ചെയ്യുന്ന വരത്തില്ലേ, ആ ഒരു തിളക്കം. അതുപോലെ എനിക്കൊന്ന് മമ്മൂക്കയുടെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യത്തെ നിർമ്മിച്ച സിനിമയും അഭിനയിച്ച സിനിമയും വീപ്പിംഗ് ബോയ് ആണ്. ശ്രീനിയേട്ടനോട് കാരണം കഴിഞ്ഞ ദിവസം ഭയങ്കര എന്താ പറയുക ഒരു മകള് കെയർ ചെയ്യുന്ന പോലെ അദ്ദേഹത്തിന് തിയേറ്ററിൽ നിന്ന് ചേച്ചി പിടിച്ചുകൊണ്ട് വരണം. അപ്പൊ എനിക്ക് പെട്ടെന്ന് ആ ഒരു സിനിമ അപ്പൊ ഇത്രയും വർഷത്തെ ഒരു ബന്ധമാണ് അല്ലേ. അതെന്താണെന്നറിയോ, ഞാൻ സിനിമ തുടങ്ങി വെക്കുന്ന അദ്ദേഹത്തിനൊപ്പമാണ്. ഞാനിപ്പോൾ ഈ 15 സിനിമകളിൽ വന്നപ്പോഴും 15 അല്ലെങ്കിൽ 21 സിനിമയായി ടോട്ടൽ. ബാക്കി പുറത്ത് ജനങ്ങൾക്ക് അറിയാത്ത ജനങ്ങളെ പരിഗണിക്കാത്ത സിനിമകളുണ്ട്, അത് വിട്ടേരെ. ഞങ്ങളുടെ സിനിമകളിൽ 15 എണ്ണത്തിൽ ഏറ്റവും ആദ്യം തുടങ്ങി വെച്ച ശ്രീനിയേട്ടൻ്റെ ഒപ്പമാണ്. ഒരു ഗുരുത്വം എന്ന് പറയുന്ന ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചാൽ എൻ്റെ മൈൻഡിൽ എപ്പോഴും വരുന്ന ശ്രീനിയേട്ടനാണ്. കാരണം ആദ്യത്തെ എൻ്റെ ഷോട്ട് ശ്രീനിയേട്ടനൊപ്പമായിരുന്നു സിനിമയിൽ. അദ്ദേഹം അന്ന് എനിക്ക് സിനിമ അറിയില്ല. അപ്പോൾ ക്യാമറയ്ക്ക് ഞാൻ ഔട്ട് പോയതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ക്യാമറയ്ക്ക് വെളിയിലേക്ക് പോയി, ഞാൻ നടന്നു വരുക. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഔട്ടായി, ഫ്രെയിം ഔട്ടായി. അപ്പോൾ ഫ്രെയിം ഔട്ടൊക്കെ ആയപ്പോൾ എന്നോട്
കൊച്ചെ ഇങ്ങോട്ട് കയറി നിൽക്കുക, ഫ്രെയിം ഔട്ടാ. അപ്പോൾ ഫ്രെയിം ഔട്ട് എന്നാന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് ഫ്രെയിം ഔട്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നത് അദ്ദേഹം, ഞാനും അദ്ദേഹത്തോടെ ഇങ്ങനെ നടക്കുന്ന ഒരു ലോങ് ഒരു സീൻ ഉണ്ടായിരുന്നു. അതിലപ്പം ഇപ്പോൾ ഈ ഒരു വരയ്ക്ക് അപ്പുറത്തേക്ക് പോയ ഫ്രെയിം ഔട്ടാണ്, എനിക്കത് അറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു തന്നതും എന്നെ അതിൻ്റെ ഒരു ബാലപാഠങ്ങൾ എന്നൊക്കെ പറയുന്നത്, ലൈറ്റ് ക്യാച്ച് ചെയ്യാൻ, എന്നെ നിഴല് വന്ന ഒരാളുടെ പുറയിൽ നിഴലിൽ നിൽക്കരുതെന്നും നമ്മൾ ലൈറ്റ് ക്യാച്ച് ചെയ്യണം എന്നുള്ള സാധനം എല്ലാം പറഞ്ഞു തന്നത് ശ്രീനേട്ടനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊക്കെയുള്ള ഒരാളാണ് ഞാൻ. ഈ വന്ന വഴി മറക്കില്ല, ഞാൻ ഒരിക്കലും മറക്കില്ല. അതിൻ്റെ ഒരു ഇതാണ് വലിയ ക്വാളിറ്റി തന്നെയല്ലേ ചേച്ചി. എനിക്ക് ശ്രീനേട്ടൻ എന്ന് പറയുന്ന വ്യക്തി, സിനിമ എന്ന് പറയുമ്പോഴേ എനിക്ക് ശ്രീനേട്ടൻ്റെ മുഖം ഓർമ്മ വരും. അപ്പോൾ അദ്ദേഹം ഇപ്പം നമ്മുടെ ബാഡ് ബോയ്സ് കാണാൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് സുഖമില്ലാതിരിക്കുവാണ്. അപ്പം പിന്നെ അദ്ദേഹത്തെ കെയർ ചെയ്തതിൻ്റെ കാരണം ഞാൻ അവിടെ ആരെ കാണിക്കാനോ ഒന്നുമല്ല, നമുക്കത് ഫീൽ ചെയ്യുമല്ലോ, അത്രയും അടുപ്പമുള്ള ഒരാളെ മാത്രമാണ് നമുക്ക്. എനിക്ക് പിന്നെ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു നേഴ്സിൻ്റെ ഒരു കെയറിങ് എപ്പോഴും ഉണ്ട്, എല്ലാവരോടും ഉണ്ട് എനിക്കത്. ഇപ്പോൾ ഒരു വ്യക്തി വയ്യാത്ത ഒരാളെ കണ്ടാൽ ഞാൻ പെട്ടെന്ന് ഒരു പക്ഷേ എൻ്റെ ആദ്യത്തെ എൻ്റെ റിയാക്ഷൻ അതായിരിക്കും, ഞാൻ പെട്ടെന്ന് പിടിക്കുമായിരിക്കും, അല്ലെ ഞാൻ പെട്ടെന്ന് അവരെ കംഫർട്ടാക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഫീൽ എനിക്കുള്ള ഒരാളാണ്. അത് നഴ്സിംഗ് ചെയ്തതിൻ്റെ ഒരു ഇതാണോ അതോ എനിക്ക് ചെറുപ്പത്തിൽ കിട്ടിയതാണോ എന്ന് എനിക്കറിയില്ല. ഞാനപ്പോൾ ശ്രീനേട്ടനോട് കൂടുതൽ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തോട് എനിക്കുള്ള ഒരു ഗുരുത്വം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് എൻ്റെ ഉള്ളിൽ ഉള്ളിടത്തോളം ഞാൻ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കും. ആ ഒരു സ്നേഹവും ഇതും അടുത്ത തലമുറയിലേക്ക് കൂടി പോവാണ് ധ്യാനം. അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധ്യാനം എപ്പോഴും ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. ധ്യാനം ഈ പറഞ്ഞ പോലെ ധ്യാനുമായിട്ടുള്ള ഒരു സൗഹൃദം, ഈ ഒരു റിലേഷൻ എങ്ങനെയാണ് തുടങ്ങുന്നത്? കാരണം ഇപ്പം ആ വീപ്പിംഗ് ബോയ് ചെയ്യുന്ന സമയത്തൊക്കെ ധ്യാൻ വളരെ ചെറിയ കുട്ടിയായിരിക്കുമല്ലോ, ഇപ്പൊ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയ സൗഹൃദമാണോ? സിനിമയിൽ ആക്ച്വലി ധ്യാൻ നമ്മുടെ സിനിമയിൽ ആദ്യം അഭിനയിക്കുന്ന വീഗം എന്ന് പറഞ്ഞ സിനിമയിലാണ്. അത് നമ്മൾ ആസ് ആൻ ആക്ടർ നമ്മൾ സിനിമയിലേക്ക് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തതാണ്. അദ്ദേഹം സമ്മതിക്കുന്നു. പക്ഷെ അദ്ദേഹം അതിൽ വന്നു കഴിഞ്ഞ് ഞങ്ങളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയി. നമ്മുടെ കമ്പനിയായിട്ട് എൻ്റെ ഹസ്ബൻഡുമായിട്ടും, എൻ്റെ ഹസ്ബൻഡ് മോനെ മോനെ എന്ന് വിളിക്കുള്ളൂ, എടാ മോനെ കുട്ട എന്നൊക്കെ വിളിക്കുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം നമ്മൾ ഏത് സിനിമയായിട്ട് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്താലും നമ്മുടെ സിനിമയാണോ ആ കഥയൊന്നും കേൾക്കില്ല. എബ്രാം ചേട്ടൻ്റെ സിനിമയാണോ, ഷീൽ ചേച്ചി ഉണ്ടോ, ഓക്കെ ഞാൻ റെഡി, അങ്ങനത്തെ ഒരു ഇതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, സിനിമയിലുള്ള ബന്ധങ്ങൾ വളരെ കുറച്ചു പേരോടെ നമുക്ക് ഉള്ളിൽ നിന്നുള്ള ഒരു ഇഷ്ടം നമുക്ക് തോന്നുള്ളൂ. അങ്ങനെ ഉള്ളവരിൽ ഒരാളാണ് ധ്യാൻ. ഈ പറഞ്ഞല്ലേ, ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ആ സിനിമ തീരുന്നതോടുകൂടി തീരുന്ന ബന്ധങ്ങളായിരിക്കും. ധ്യാൻ എന്ന് പറയുന്ന വ്യക്തിയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫുമായിട്ട് നമുക്ക് ധ്യാനെ ലൈഫിൽ നിന്ന്, സിനിമയിൽ ആദ്യം ഏറ്റവും ഇഷ്ടം ആരോടാന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ എന്നോട് ചോദിച്ചാൽ മമ്മൂക്ക എന്നെ മാറ്റി നിർത്തിയാൽ അടുത്ത ആളുടെ പേര് ഞാൻ ധ്യാൻ്റെ പറയും. ഇഷ്ടമാണ് ധ്യാനെ. അതുപോലെ നല്ല ആളാണ്. നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു മനസ്സിൽ ഒരു കളങ്കമില്ല എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഈ പുള്ളിയുടെ ഒരു ഇത് നോക്കി അങ്ങനെയല്ല അദ്ദേഹം സിനിമയിൽ നമ്മളോടുള്ള ഒരു ബന്ധങ്ങളും ഒക്കെ വെച്ചിട്ട് അദ്ദേഹം സിനിമയ്ക്ക് വരും. അതുപോലെ അന്ന് തന്നെ എനിക്കൊന്ന് പ്രസ് മീറ്റിന് തിരുവനന്തപുരത്തു നിന്ന് അദ്ദേഹം ഒറ്റ കൈയും കൊണ്ട്, അതായത് ഒരു കൈ ഒടിഞ്ഞിരിക്കും, പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു, മറ്റേ ഇടത്ത് കൈ, വലത് കൈയാണ് ഒടിഞ്ഞിരിക്കുന്നത്, ഇടത്ത് കൈയും കൊണ്ട് തിരുവനന്തപുരത്തു നിന്ന് എറണാകുളം വരെ വണ്ടി ഓടിച്ച് വന്നതാണ് അന്ന് രാത്രിയിൽ, പ്രസ് മീറ്റിന് വേണ്ടി മാത്രം. അതാണ് അദ്ദേഹത്തിന് നമ്മളോടുള്ള സ്നേഹം. അതാ ഞാൻ പറഞ്ഞ ചില ബന്ധങ്ങൾ, ചില ആൾക്കാരുടെ ചെയ്തികൾ സിനിമയിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഇന്ന് ഹൃദയത്തിൽ വെക്കും. അതിൽ എൻ്റെ ഒരു സ്വഭാവം അതാണ്. നമ്മളോട് ആത്മാർത്ഥ കാണിക്കുന്നത് ജീവിതകാലം മൊത്തം ധ്യാനിൻ്റെ ഒരു അഭ്യുതകാംക്ഷയായിരിക്കും. ധ്യാൻ എന്ത് ഒരു ആവശ്യം എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഓടിച്ചെല്ലാൻ പോലും റെഡിയാണ്. ഞാൻ പറഞ്ഞില്ലേ, അത്രയും നല്ലതായിട്ട് നമ്മളോട് പെരുമാറിയിട്ടുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സിനിമയിൽ ബന്ധങ്ങളില്ല എന്നൊക്കെ പറയുമ്പോഴും അതെ, വളരെ കുറച്ച് ആൾക്കാരെ എനിക്കൊന്ന് ഹൃദയത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരാളാണ്, ഭയങ്കര ഇമോഷണൽ ആവുന്ന. ഇപ്പൊ ഞാൻ അന്ന് ബാഡ് ബോയ്സിന്റെ വളരെ കുറച്ച് സമയമാണ് ഞാൻ ഷീല ചേച്ചിനെ കണ്ടിട്ടുള്ളത്, പിന്നെ നമ്മൾ ഫോണിൽ കൂടെയാണ് സംസാരിച്ചത്. പക്ഷെ ഇവിടെ വന്ന് ഇത്രയും നേരം സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന വളരെ സാധാരണക്കാരിയായ ഒരാൾ, മനസ്സുകൊണ്ട് അത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരാൾ. എനിക്ക് അറിയത്തില്ല സിനിമയ്ക്ക് ചേർന്ന ഒരാളാണോ, സിനിമയ്ക്ക് ചേർന്ന ആളല്ല. കാരണം ഇമോഷൻസിനെയൊക്കെ ഹൃദയത്തിലേക്ക് എടുക്കുന്ന ഒരു, നമ്മൾ ഈ കാണുന്ന ഈ സോക്കോൾഡ് ബിസിനസ് വുമൺ അപ്പുറത്തേക്കൊക്കെയുള്ള ഭയങ്കര നമുക്ക് ഏറ്റവും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരാളാണ് ഷീലു എബ്രഹാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ഷീല ചേച്ചി ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം, അഭിനയിക്കണം.
അല്ലല്ല അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് അതൊക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ ആൾക്കാർ. നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് പോകണം. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ അബാമിൻ്റെ പ്രൊഡക്ഷനിൽ നിന്ന് ഉണ്ടാവട്ടെ. ഇപ്പോഴത്തെ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളെയൊക്കെ നമ്മൾ മാറ്റിവെക്കുക. ഈ നല്ല ഹൃദയത്തിനുടമയായി തന്നെ തുടരുക. ഒരുപാട് സന്തോഷം. ഇന്റർവ്യൂവേ വേണ്ട പൊന്നി എന്ന് പറഞ്ഞെടുത്തു. ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ സംസാരിച്ചു. അല്ല, സത്യത്തിലേ ഞാനൊരു ഇന്റർവ്യൂ തരാനിരുന്നല്ല, ഞാൻ പൊന്നിയോട് പറഞ്ഞില്ല. ഞാൻ ഒരുപാട് ഇത് അവോയ്ഡ് ചെയ്യാൻ നോക്കി. കാരണം ഞാൻ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. കാരണം നമ്മൾ ഒരു സന്തോഷത്തിലൊക്കെ ഇരിക്കുന്ന സമയത്താണല്ലോ നമ്മളൊരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ നന്നായി വരുന്നതൊക്കെ. അതല്ലെങ്കിൽ മൊത്തം ഒരു കുളമായി പോകും. എനിക്കറിയില്ല ഇന്റർവ്യൂ എങ്ങനെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്നോട് ഫോൺ വിളിക്കുമ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, പൊന്നി ഞാൻ ഫേക്ക് ആവാൻ എനിക്കറിയില്ല, ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാണ്. അത് തന്നെയായിരുന്നു ഈ ഇന്റർവ്യൂ ഉടനീളം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ചേച്ചി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. ഇന്റർവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ സംസാരിച്ചു, ചേച്ചിയെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് സന്തോഷം ഷീല ചേച്ചി. ഞാൻ വീണ്ടും പറയാണ്, ഒരുപാട് സിനിമകളിലൂടെ നമുക്ക് കാണാൻ പറ്റട്ടെ. ഒരുപാട് സന്തോഷം. എന്നും ഇതുപോലെ തന്നെ നല്ല ഹൃദയത്തിനുടമയായിട്ടിരിക്കുക. താങ്ക് യു.